ഇത് കർക്കിടക മാസമാണല്ലോ, മലയാള വർഷത്തിൻ്റെ അവസാന മാസമാണിത്. ഈ മാസത്തിൽ കാലാവസ്ഥയിൽ മനുഷ്യ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ധാരാളം ഭാവങ്ങളുണ്ട്. ഇവ നമ്മുടെ മനുഷ്യ ശരീരത്തെ പ്രതികൂലമായി ബാധിച്ചാൽ അത് ധാരാളം രോഗങ്ങൾക്കിടയാക്കും. അങ്ങനെ ശരീരത്തെ ദോഷകരമായി കാലാവസ്ഥയും ഈ മാസവും ഒക്കെ ബാധിക്കാതിരിക്കത്തക്ക രീതിയിൽ നമുക്ക് ദിനചര്യയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അവ എന്താണെന്ന് രോഗങ്ങളില്ലാത്ത സന്ദർഭങ്ങളിലും ശുദ്ധീകരിക്കാൻ വേണ്ടി ആചാര്യന്മാർ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഋതുചര്യ എന്നൊരു ഭാഗത്തിൽ പറയുമ്പോൾ ഓരോ ഋതുക്കളിലും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദോഷത്തിൻ്റെ ഇളകലുകൾ, ഉത്ക്ലേശങ്ങൾ സംഭവിക്കുമ്പോൾ ഓരോരോ ഋതുക്കളിൽ ഈ പഞ്ചകർമ്മങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ വസന്ത ഋതുവിൽ വമനം ചെയ്യണം, അല്ലെങ്കിൽ വർഷ ഋതുവിൽ വിരേചനം ചെയ്യണം എന്നുള്ള രീതിയിൽ, അതായത് രോഗത്തിനല്ല, നമുക്ക് വരാൻ പോകുന്ന ഇനി രോഗം വരാതിരിക്കാൻ, രോഗാണാം അപുനർഭവേ, അതായത് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമായിട്ടും ശോധന ചികിത്സകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് ആ സ്ഥലത്തിൻ്റെ അവിടുത്തെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചുള്ള ശരീരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് അതിൻ്റെ കാഠിന്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഉഷ്ണം വളരെയധികം കൂടുകയും അവിടുത്തെ ദോഷപ്രകോപം, പിത്തപ്രകോപം വളരെ അധികമാണെങ്കിൽ അവിടെ കൊടുക്കുന്ന വിരേചനത്തിൻ്റെ രീതി വേണമെന്ന് കേരളത്തിൽ ശഠിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്താം. വളരെ തീക്ഷ്ണമായിട്ടാണ് അവിടെ ചെയ്യണമെങ്കിൽ ഇവിടെ ചിലപ്പോൾ വളരെ മധ്യമ കാണിച്ചിട്ടുള്ളത്. അതായത് തണുപ്പടിച്ചു, ഇന്ന രോഗം ഉണ്ടായി, അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ടു കഫം വർദ്ധിച്ചു. അപ്പോൾ മഞ്ഞ് വരുമ്പോൾ കഫം ഉണ്ടാകുന്നു, മഴ പെയ്യുന്നു കഫം ഉണ്ടാകുന്നു, പനി ഉണ്ടാകുന്നു. അപ്പോൾ ആ തണുപ്പിൽ നിന്നുണ്ടാകുന്ന രോഗമാണത്. ഉഷ്ണ സ്വഭാവം വർദ്ധിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ ബോയിൽസ് അല്ലെങ്കിൽ തലവേദന ഉണ്ടാകുന്നു. ഉച്ചയാകുമ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറയുന്നത്. അതെന്താ ഉച്ചയാകുമ്പോൾ തലവേദന എടുക്കുന്നത്? ഉച്ച എന്ന് പറയുന്ന സമയം സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്, ഏറ്റവും തീക്ഷ്ണമായ സമയമാണ്. അതായത് ഉഷ്ണ സ്വഭാവമുള്ള ഒരാളിൽ പെട്ടെന്ന് ആ ഉഷ്ണ സ്വഭാവം, അതായത് ചൂട്, സൂര്യൻ്റെ താപം ഏൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തലവേദന ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് രോഗങ്ങളുണ്ടാകും. ഞാനത് ചുരുക്കി പറയുകയാണ്. ഒരു ഋതു മാറി അടുത്ത ഋതുവിലേക്ക് കടക്കുമ്പോൾ മനുഷ്യൻ്റെ ശരീരഘടനയ്ക്ക് കുറേ വ്യത്യാസങ്ങളുണ്ടാകുന്നുണ്ട്. അതിന് ഋതുസന്ധി എന്ന് പറയും. ആ ഋതുക്കളിലുണ്ടാകുന്ന സന്ധിയിൽ രോഗങ്ങളുണ്ടാകുന്നതിന് കാരണമാകും. അതിന് പ്രകൃതി അനുസരിച്ച് അത് ഒരു ഋതുവിൽ നിന്ന് അടുത്ത ഋതുവിലേക്ക് വരുമ്പോൾ തന്നെ അതിനനുസൃതമായ ജീവിതചര്യയും ആഹാരങ്ങളും വിഹാരങ്ങളും ക്രമീകരിച്ചുകൊണ്ട് ആ ഋതുവിനെ ക്രമപ്പെടുത്തി കൊണ്ടുവരേണ്ടതാണെന്നാണ് പറയുന്നത്. അതിനായി ശോധനക്രിയകൾ
ചെയ്യാനായിട്ട് ആയുർവേദം അനുശാസിക്കുന്നുണ്ട്. ശരീരത്തിന് എപ്പോഴും ഇമ്മ്യൂൺ കപ്പാസിറ്റി, പ്രതിരോധ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ആയുർവേദ ആചാര്യൻ ഈ ഉത്തരായണത്തിനെ വിശേഷിച്ചിരിക്കുന്നത്. എന്താണ് അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം ചൂടും വളരെയധികം ശക്തമായ ചൂടും അതുപോലെ തന്നെ കാറ്റും കിഴക്കൻ കാറ്റ് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ 3 രസങ്ങൾ, തിക്ത ഊഷ്ണ കഷായങ്ങൾ, അതായത് കയ്പ്പ്, ചവർപ്പ്, എരിവ്, ഈ 3 രസങ്ങൾക്കാണ് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ആഹാരങ്ങളിലാണെങ്കിലും പച്ചക്കറിയിലാണെങ്കിലും മാംസങ്ങളിലാണെങ്കിലും ശരീരത്തിലെല്ലാം ഈ 3 രസങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടാവുക എന്നാണ് ആചാര്യൻ സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, പ്രത്യേകിച്ച് ഈ തിക്ത ഊഷ്ണ കഷായങ്ങൾ, ചവർപ്പ്, കയ്പ്പ്, എരിവ്, നമ്മളിപ്പോൾ വളരെയധികം ഈ വർഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും കൂടുതൽ പലപ്പോഴും നമ്മൾ എരിവൊക്കെ വളരെയധികം കഴിക്കുന്നൊരു സമയമാണ്. ആ കഴിക്കുന്ന സമയം കൊണ്ട് എന്തുണ്ടാകുന്നു? ശരീരത്തിന് കുറേ കൂടി ക്ഷീണം സംഭവിക്കുന്നു. ആ ശരീരം, അതുകൊണ്ടാണ് ആധാനകാലം എന്ന് പറയുന്നത്. അത് സൂര്യൻ എവിടെ നിന്ന് വന്ന് അങ്ങനെ വന്നതിന് ശേഷം മകരം 1-ാം തീയതി കഴിഞ്ഞതിന് ശേഷം കൃത്യം ഈ മിഥുനം, ഇടവം മിഥുനം 31-ാം തീയതി ഇത് ഉത്തരായണം അവസാനിക്കുകയാണ്. കർക്കിടകം 1-ാം തീയതി മുതൽ അതായത് സൂര്യൻ കിഴക്ക് ഉദിച്ച് തെക്ക് ഭാഗത്ത് നിന്ന് വടക്കോട്ട് അതിൻ്റെ ദൃശ്യം കാണുന്നതുകൊണ്ടാണ് അതിനെ നമുക്ക് എപ്പോഴും ദക്ഷിണായനം പറയുന്നത്. ആ ദക്ഷിണായനത്തിനൊരു പ്രത്യേകത ആയുർവേദ ആചാര്യം പറയുന്നത് ഇത് വിസർഗകാലമാണ്. എന്തുകൊണ്ട് ഇതിനെ വിസർഗകാലം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുഖ്യമായിട്ട് വളരെയധികം തണുവും ചന്ദ്രനുമായി അടുത്തു പോകുന്ന സമയമായതുകൊണ്ട് സിദ്ധഗുണങ്ങൾക്ക് വളരെയധികം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായനത്തിൽ വരുമ്പോൾ കർക്കിടകം 1-ാം തീയതി നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താണ്? ഞവര, അതായത് കർക്കിടകക്കഞ്ഞിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അരി എന്ന് പറഞ്ഞാൽ ഞവരയാണ്. ഞവര എന്ന് പറഞ്ഞാൽ സാഷ്ടികം എന്നാണ് പറയുന്നത്. ആ ഞവരയ്ക്കൊരു പ്രത്യേകത പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ത്രിദോഷങ്ങൾ, വാതം, പിത്തം, കഫത്തിനെ ഒരുപോലെ ശമിപ്പിക്കാൻ കഴിയാൻ പറ്റുന്ന ഏറ്റവും നല്ല ആഹാരം അരി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് സാഷ്ടികമാണ്, അതായത് ഞവര അരിയാണ്. ആ ഞവര അരിയോടുകൂടി തന്നെ അഗ്നിദീപ്തി ഉണ്ടാക്കാനായിട്ട് പഞ്ചകോലം ചേർക്കുന്നു. ചുക്ക്, കുരുമുളക്, തിപ്പലി, കാട്ടുതിപ്പലി, കൊടുവേരി എന്ന് ചേർന്നിട്ടുള്ള പഞ്ചകോലവും ചേർത്തുകൊണ്ട് ദശപുഷ്പങ്ങൾ, 8-10 പുഷ്പങ്ങൾ, ആ കാലഘട്ടത്തിന് മുക്കൂറ്റി, കറുക, അങ്ങനെ ഉണ്ടാകുന്ന 10 പുഷ്പങ്ങളൂടി ചേർത്തുകൊണ്ട് കഞ്ഞി വെച്ച് ആ കഞ്ഞിയിൽ നെയ്യ്, സ്വല്പം വെളുത്തുള്ളിയും ചേർത്ത് ചൂടാക്കി നമ്മൾ അതിനോടൊപ്പം കഴിഞ്ഞ് സ്വല്പം തേങ്ങാപ്പാൽ കൂടി ചേർക്കുമ്പോൾ എന്തുണ്ടാകുന്നു? സ്വാദു അമ്ല ലവണം, മധുരം അമ്ല ലവണം കൂടിയിട്ടുണ്ടാകുന്ന ഔഷധം നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ എന്തുണ്ടാകുന്നു? ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ശമിക്കുകയും അതിനോടൊപ്പം തന്നെ ശരീരപുഷ്ടി ഉണ്ടാകുകയും നമ്മുടെ ഇമ്മ്യൂൺ കപ്പാസിറ്റി കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ സാഷ്ടികത്തിന് ഇന്ന് അടുത്ത കാലത്ത് നടത്തി കഴിഞ്ഞാൽ ഞവര അരിക്ക് അടുത്ത കാലത്ത് തന്നെ റിസർച്ച് പേപ്പറിൽ പറയുന്നത്, നമ്മൾ കുറച്ച് കാലമെങ്കിലും ഞവര അരി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസറിന് വരെ തടയുവാൻ സാധിക്കുമെന്ന് റിസർച്ച് പേപ്പറുകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്.